എല്ലാരും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആ കഴിക്കും. ഞങ്ങൾ 3 പേരും ഇവിടെ കഴിക്കും. അപ്പൊ എല്ലാരും ഇവിടെ കഴിക്കുന്നില്ല. 3 പേരെന്ന് പറഞ്ഞാൽ എല്ലാരും ആയില്ലേ? എന്തോടാ? ഒന്നുമില്ല. ഓരോ ആൾക്കും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. എല്ലാവർക്കും ഒരേ ഐറ്റംസ് മതിയല്ലോ എന്നൊക്കെ ഇപ്പൊ പറയും. ഉണ്ടായിക്കൊണ്ട് വരുമ്പോ വേറെ അഭിപ്രായക്കാർ വന്നാ ഇവിടെ വേറെ ആരും അഭിപ്രായം പറയാൻ? അത് അവർക്കറിയാം. നീ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് എന്തോ എന്റെ സുഖേടാ. ഇതെന്ത് കഷ്ടമാണ് നോക്കണേ. ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല. എല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. അവർക്കെന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ പറയാം. അവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ചു അമ്മ വയ്യ. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തു പോയി ആഹാരം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. ശ്യാം, അതാണ് നല്ലത്. ഓക്കെ, പത്മയുടെ ഇഷ്ടം. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ മുറി വേണ്ട, ആ മുറി എടുത്തോ. അതെന്താ? അവിടെയാണ് കൂടുതൽ സൗകര്യം. എടാ, കുറെ സമയമായിട്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു കേട്ടോ. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. പട്ട പഠിച്ചോ നിനക്ക്? പുറത്തുള്ള പത്മയുടെ അകത്തുള്ള പത്മ. എന്റെ ഉള്ളിൽ വേറെ പത്മ ഉണ്ടെന്നോ? വാട്ട് യു മീൻ? മനുഷ്യനെ ഭ്രാന്ത് പഠിപ്പിക്കണം. ഈ പത്മ മറ്റേ പത്മ മറ്റേ പത്മ കൂട്ടിമുട്ടിയാൽ ഇതുവരെ നിനക്ക് മനസ്സിലായിട്ടോ? പത്മ എതിർത്ത് സംസാരിച്ച് എന്നെ കൊന്നാളയും. ഓക്കെ, സി അനിൽ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത്? ഞാൻ പറയാം. എന്റെ കുറെ സ്വകാര്യ വസ്തുക്കൾ ഇതിനകത്തുണ്ട്. അതാരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താണ് എന്റെ സ്വകാര്യ വസ്തുക്കൾ? എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതൊന്നും ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം പത്മയ്ക്ക് കാണാൻ പാടില്ലാത്താണോ? അത് മാത്രമല്ല, എന്റെ 1-2 അണ്ടർവെയറുകൾ ഞാൻ ഇവിടെ നനച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ നോക്കും, നോക്കി പ്ലീസ്. ശരി, ഞാൻ അടുത്ത മുറി പോയിക്കോളാം. എടാ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്ക് കേൾക്കേണ്ടത് ജയിലിൽ പോകാനുള്ള പേരുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊല്ലായിരുന്നത്. എടാ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കേണ്ടത്. വാട്ട് ഹാപ്പൻഡ്? ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണ്ട് ഒരു ഷോക്ക് അടിച്ചില്ല. രക്ഷപ്പെട്ടു. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ ഗുഡ് ബൈ. അല്ലയാ, അല്ലേ അല്ലയാ, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ ഹാർട്ട് അറ്റാക്കിന് പ്രായം നോട്ടമില്ലല്ലയാ. ശ്യാം, എന്താ കാര്യം? നോക്കിന്ദു, അനിൽ പോവാണെന്ന്. എന്തു പറ്റി അനിൽ? എന്തിനാ പോകുന്നത്? ഇന്ദു പറയാണെങ്കി ഞാനെങ്ങും പോകുന്നില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത്രയും നേരത്തെ വരുമെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുകയാണ്. അതൊന്ന് സോൾവ് ചെയ്യാൻ ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടോ? ഞാനില്ലേ ഇവിടെ. ഇങ്ങോട്ടെ, ഞാൻ വേഗം വരാം. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. വെജിറ്റബിൾ സൂപ്പ് റെഡി. ആർക്കാ വെജിറ്റബിൾ സൂപ്പ്? പിന്നെ വെജിറ്റബിൾ സൂപ്പ് വന്നിട്ട് പിന്നെ അനിലില്ല. അതെ, ഇവനില്ലേ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി പ്രധാന ആഹാരം അതാ. ചേച്ചേ, ചുമ്മാതല്ല അനിൽ പിത്തം പിടിച്ച പോലെ സൂപ്പും കോപ്പും വെളിക്കളഞ്ഞേരെ. ഇനി ഇന്ദുവിന് ഇഷ്ടമില്ലാത്ത ഒരൊറ്റ ആഹാരം ഞാൻ കഴിക്കത്തില്ല. അതെടുത്ത് കളഞ്ഞിട്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കും. ഓക്കെ, ഞാൻ എന്റെ റെഗുലർ എക്സസൈസ് ചെയ്യട്ടെ. എക്സസൈസ് ചെയ്തിട്ട് വരുമ്പോ ഞാൻ ചിലപ്പോ ഉണ്ടാവില്ല. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഡോണ്ട് ബി സില്ലി.